തുടർച്ചയായ 7 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്കിന് ശേഷം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. നാസ്ഡാക്ക് 1.95%, S&P 0.88%മാണ് ഇടിഞ്ഞത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. ഡാക്സ് 0.69%, CAC 0.70%, ഫഡ്സെ 0.36% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടോടു കൂടിയ ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കാഴ്ചവെക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. മാർക്കറ്റിൽ ഫ്രഷ് അപ്സൈഡ് മൊമെൻറ്റം വരണമെങ്കിൽ 24,460 എന്ന ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അതല്ലെങ്കിൽ 24,170 എന്ന സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഇതിനിടയ്ക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇന്ന് പ്രധാനമായും IT സെക്ടർ തന്നെയായിരിക്കും ഫോക്കസിൽ ആവുക. കാരണം TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് TCS പുറത്തുവിട്ടത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എൻ്റയർ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാം. അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ IT ഇൻഡെക്സും ടെക് ഇൻഡെക്സുമായ നാസ്ഡാക്ക് ഇടിഞ്ഞതിൻ്റെ ഇമ്പാക്റ്റും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 51,750 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 1,137 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,676 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. HCL ടെക്നോളജി, ഇറാഡ, അതർ എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. അതുകൊണ്ട് HCL ടെക്നോളജി, ഇറാഡ തുടങ്ങിയ സ്റ്റോക്കുകളെ, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട 3 സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. ആനന്ദ് റാട്ടി വെൽത്തിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 38% വർദ്ധിച്ച് 53 കോടിയിൽ നിന്നും 73 കോടിയായി ഉയരുകയും റവന്യൂ 35% വർദ്ധിച്ച് 175 കോടിയിൽ നിന്നും 237 കോടിയായി ഉയരുകയും ചെയ്തു. TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 8.7% വർദ്ധിച്ച് 11,074 കോടിയിൽ നിന്നും 12,040 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 5.4% വർദ്ധിച്ച് 59,381 കോടിയിൽ നിന്നും 62,613 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ് 12.3% വർദ്ധിച്ച് 13,785 കോടിയിൽ നിന്നും 15,442 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 23.16% നിന്നും 24.66% ഉയരുകയും ചെയ്തു. GTPL ഹത്വേ എന്ന കമ്പനിയുടെ പ്രോഫിറ്റിൽ 57% ഇടിവ് വന്നു. 35 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 14 കോടിയിലേക്ക് ഇടിഞ്ഞു. അതേസമയം റവന്യൂ 8% വർദ്ധിച്ച് 774 കോടിയിൽ നിന്നും 834 കോടിയിലേക്ക് എത്തി. ഇനി മറ്റ് ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് അദാനി വിൽമാർ. അദാനി വിൽമാർ എന്ന കമ്പനിക്ക് കെമിക്കൽ സെക്ടറിലും എക്സ്പോസർ ഉണ്ട്. കമ്പനി കെമിക്കൽ സെക്ടറിലെ എക്സ്പോസർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓംകാർ കെമിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ 67% സ്റ്റേക്ക് അക്വയർ ചെയ്തു. അദാനി വിൽമാർ എന്ന കമ്പനി ഒലിയോ കെമിക്കൽ സെക്ടറിലാണ് എക്സ്പോസർ വെച്ച് പുലർത്തുന്നത്. വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് പ്രിഫറൻഷ്യൽ ബേസിസിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു. LT ഫുഡ് എന്ന കമ്പനി അതിൻ്റെ ഒരു പുതിയ ഫെസിലിറ്റി UK ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വരുന്ന 2 വർഷം കൊണ്ട് 50 മില്യൺ പൗണ്ടും 5 വർഷം കൊണ്ട് 100 മില്യൺ പൗണ്ടും ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടാർഗറ്റാണ് ഈ പുതിയ ഫെസിലിറ്റിക്കുള്ളത്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ എന്ന കമ്പനിക്ക് ബേസിക് എഞ്ചിനീയറിംഗ് ഡിസൈൻ പാക്കേജ് 514 കോടി രൂപയ്ക്ക് വാങ്ങുന്നതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് 1200 BVCM വാഗൺ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 432 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ആൾ കാർഗോ ടെർമിനൽസിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഇയർ ഓൺ ഇയറിൽ 20% വർദ്ധിച്ചിട്ടുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് സീമെൻസ് എനർജിക്ക് ആവശ്യമായിട്ടുള്ള തെർമൽ ടർബൈൻ, ഗ്യാസ് ടർബൈൻ എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇൻഫോസിസ് എന്ന കമ്പനി ലെഗസി സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഡെലാവെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ട്. മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഇതിൽ കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 69,045 യൂണിറ്റായി മാറി. ടോട്ടൽ സെയിൽസ് 11% വർദ്ധിച്ച് 66,800 യൂണിറ്റായി മാറി. ടോട്ടൽ എക്സ്പോർട്ട് 4% വർദ്ധിച്ച് 2,597 യൂണിറ്റായി മാറി. കൂടാതെ സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയായ ഗമയിലുള്ള മഹീന്ദ്രയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15% നിന്നും 4%ലേക്ക് കുറയുകയും ചെയ്തു. ആദിത്യ ബിർള ഫാഷൻ എന്ന കമ്പനി ഗുഡ് വ്യൂ ഫാഷൻസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 33.5% നിന്നും 51%ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. 127 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആദിത്യ ബിർള ഫാഷൻ ഗുഡ് വ്യൂ ഫാഷൻ എന്ന കമ്പനിയിൽ നടത്തിയത്.
ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനിക്ക് റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 150 മെഗാവാട്ടുള്ള സോളാർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്